ഹായ്. ഇപ്പോൾ തേനിയിൽ മുന്തിരിയുടെ സീസണൊക്കെ അല്ലേ, അപ്പോൾ നമ്മൾ തേനിയിൽ പോണതാട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 ദിവസത്തെ ട്രിപ്പാണ്. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും അതേപോലെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ തോട്ടത്തിൽ ഫുഡ് ഉണ്ടാക്കണം എന്നുള്ളൊരു പ്ലാനിങ്ങോടെയാണ് കേട്ടോ ഇതെല്ലാം എടുത്ത് വെച്ചത്. പക്ഷെ അതിനൊന്നും പറ്റിയില്ല. ഞാനതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബക്കറ്റും കാര്യങ്ങളും പാത്രങ്ങളും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിവിടെ ഇറങ്ങുമ്പോൾ തന്നെ സമയം ഒരു 6:45 6:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ തമിഴ്നാട് എത്തിയപ്പോൾ നല്ലൊരു കട്സ് പോലത്തെ ഒരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഫുഡ് കഴിക്കാൻ ഇറങ്ങിയപ്പോൾ തന്നെ അല്ലൂസിന് കളിക്കണം എന്നുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് നേരമൊക്കെ കളിച്ചിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ നിന്നു. അല്ലൂസിന് പിന്നെ ഇങ്ങനെ പാർക്കൊക്കെ ഉള്ള ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ ആദ്യം അവിടെ കളിക്കണം. ഫുഡ് വേണമെന്നൊന്നുമില്ല, പക്ഷെ കളി മസ്റ്റ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു റൂം പോലെ ഒരു സംഭവം കേട്ടോ. അവിടെ നിന്നാണ് ഫുഡൊക്കെ കഴിച്ചത്. ഞാൻ പിന്നെ ഫുഡ് കഴിക്കണ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. നമ്മളങ്ങനെ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒക്കെ എടുക്കണം, മോശമല്ലേ. അപ്പോൾ നമ്മളത് എടുത്തില്ല കേട്ടോ. പിന്നെ അങ്ങനെ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് അപ്പോൾ ഗുളികയൊക്കെ കഴിച്ചിരിക്കുക, മെഡിസിൻ കഴിക്കാണ്ട്. അപ്പം മെഡിസിനൊക്കെ കഴിച്ച് അപ്പോൾ ഉറക്കം വരിക പറഞ്ഞപ്പോൾ ഇക്ക പറഞ്ഞു നമുക്ക് ഒരു ചായ കുടിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ ചായ കുടിക്കാൻ കയറി കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഇക്ക കുറച്ച് നേരം കിടന്നിട്ട് പിന്നെ എണീക്കുമ്പോൾ ഒരു 6:30 ആയിട്ടുണ്ടായിരുന്നു നേരം എടുക്കുമ്പോൾ കേട്ടോ. നമ്മൾ വണ്ടി നിർത്തിയിട്ടും വണ്ടി ഓഫ് ചെയ്തിട്ട് ആ വണ്ടീൻ്റെ ഉള്ളിൽ തന്നെ കേട്ടോ കിടക്കാറൊക്കെ. ഇപ്പോൾ എങ്ങോട്ടേലൊക്കെ പോവുകയാണെങ്കിലും റൂം എടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ റൂം എടുത്ത അല്ലൂസിന് ഉറക്കം വരില്ല. ഇങ്ങനെ മാറിയൊക്കെ കിടന്ന അല്ലൂസിന് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഈ തേനിയൊക്കെ എത്താനായപ്പോൾ എന്തോ ഒരു ഭംഗിയാണെന്നറിയോ സ്ഥലങ്ങളൊക്കെ കാണാൻ. അങ്ങനെ നമ്മൾ ഒരു ചായ കുടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ചായ കുടിച്ചു കേട്ടോ. ഫ്രഷ് ആയിട്ടൊന്നുമില്ല, ചായ കുടിച്ചിട്ട് അങ്ങനെ ഇതാക്കും. എന്തൊരു ഭംഗിയുള്ള സ്ഥലങ്ങളറിയാം. അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഹോൾസെയിൽ റീറ്റെയിൽ മുന്തിരിൻ്റെ ഇതൊക്കെ ബോർഡൊക്കെ കണ്ടത്. അപ്പോൾ അവിടെ നിന്ന് പോയി നോക്കാൻ വിചാരിച്ചു. പക്ഷെ അത് മുന്തിരിയുടെ ഗോഡൗൺ ആട്ടോ. മുന്തിരി പറിച്ചു കൊടുന്നിട്ട് അവിടെ നിന്നാണ് പിന്നെ പുറത്തോട്ട് പോകുന്നത്. അതാണ് കേട്ടോ, അല്ലാതെ മുന്തിരിയുടെ തോട്ടമൊന്നുമല്ല. പക്ഷെ നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ. അങ്ങനെ നമ്മൾ വഴി തെറ്റിയിട്ട് ഒരു സ്ഥലത്ത് വന്നു കേട്ടോ. ഇതൊക്കെ ഉള്ള ഏരിയ കേട്ടോ. ഉള്ള ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഉള്ള ഏരിയ കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി തിരിക്കാനൊന്നും പറ്റാതെ നോക്കിക്കൊണ്ടിരിക്കുക. വണ്ടി തിരിക്കാൻ പറ്റുക നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാട്ടോ നല്ല പൂവിൻ്റെയും കാബേജിൻ്റെ ഒക്കെ തോട്ടം കണ്ടു കേട്ടോ. ഇപ്പോൾ ഈ ഓണ സീസണൊക്കെ ആകുമ്പോൾ ഇവർക്ക് നല്ല കച്ചവടമാണ് കേട്ടോ. ഇതിനൊക്കെ ഭയങ്കര വിലയും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണാൻ നല്ല ഭംഗി കേട്ടോ. നല്ല ഭംഗി പറഞ്ഞാൽ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോ പിന്നെ ഒരു ദിവസം ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി പിന്നാലെ വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ